സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയിലെ പുറപ്പെടാശാന്തി എന്ന് പറഞ്ഞാൽ മറ്റ് പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ പുറപ്പെടാശാന്തികളൊക്കെ ഉണ്ടാവാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ ഒരു പുറപ്പെടാശാന്തിയായിട്ട് ഇരുന്നിട്ടുള്ളത് ശിവരായി മാത്രമാണ്. ഇവിടുത്തെ പുറപ്പെടാശാന്തിക്കുള്ളൊരു പ്രത്യേകത കാനനത്തിൽ ആഘോഷിക്കുന്നത് പ്രകൃതിയുമായി അങ്ങേയറ്റം മാനസികമായി ഒത്തുചേരേണ്ട ഒരവസ്ഥ കൂടി അവിടെ വന്നു ചേരും. കാരണം നടയടച്ചു കഴിഞ്ഞാൽ കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങളോടൊപ്പം, വന്യമൃഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നേരിട്ട് വരാറില്ലെങ്കിലും ആണ് അവിടെ വസിക്കുന്നത്. അവിടെ ഈ കലികാലത്തിൽ നമുക്കറിയാം, മൃഗങ്ങളെക്കാട്ടിലും വളരെ വളരെ ഭയാനകമായ മനുഷ്യരാണ്. എങ്കിലും അതിനെക്കാട്ടിലും ഒരുപക്ഷെ ദയ കാണിക്കുന്നവരാവാം ഈ മൃഗങ്ങൾ. ആ മൃഗങ്ങൾ രാത്രിയിലൊക്കെ ഓലിയിടുക, അതിൻ്റെയൊക്കെ അലർച്ച ഒക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ധൈര്യമില്ലാത്തത് കൊണ്ടും ഒന്നും നമ്മളത് എന്താണ് ഏതാണെന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി 18-ാം പടിക്ക് താഴോട്ട് ഇറങ്ങാറില്ല. ഒരുപക്ഷെ മണിയപ്പുറത്ത് പോകുമ്പോഴാണ് 18-ാം പടിക്ക് പകൽ ഇറങ്ങിയാൽ മറ്റുള്ള സമയങ്ങളിൽ ഇറങ്ങാറില്ല. അതേപോലെ തന്നെ വളരെ ശുദ്ധമായ കാറ്റ്, ഒരു പൊല്യൂഷനും അല്ലെങ്കിൽ ഒരു വിഷാംശമോ അല്ലെങ്കിൽ ഒരു പുകപടലങ്ങളോ ഒന്നും ഏൽക്കാത്ത അതിശുദ്ധവും പവിത്രവുമായ കാറ്റ്, ഓക്സിജനാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള രോഗങ്ങളും വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ശുദ്ധവായു അവിടെ ശ്വസിക്കാൻ പറ്റും. അതേപോലെ ജലം, മലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലമാണ് അവിടെ ടാങ്കിൽ നമുക്ക് അവിടുന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്നത്. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ഇതെല്ലാം ശ്വസിച്ചാണ് അവിടെ. അപ്പോൾ ഭക്ഷണത്തിനേക്കാൾ അപ്പുറം ഈ പ്രകൃതി നമുക്ക് നൽകുന്ന ചില വരങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന്, മാനവരാശിക്ക് നല്ലതാണെന്ന് ഒരുപക്ഷെ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തന്മാരോടും എല്ലാ ജനങ്ങളോടും എനിക്ക് അങ്ങേയറ്റം അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും. നമ്മൾ പ്രകൃതിയെയും ഈ ജലസ്രോതസ്സുകളെയും എല്ലാം നമ്മൾ സംരക്ഷിക്കണം. അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തെക്കാട്ടിലും മറ്റ് ഭൗതിക സുഖങ്ങളെക്കാട്ടിലും എല്ലാം മാനവരാശിക്ക് അങ്ങേയറ്റം പ്രകൃതി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് ഈ ജലസ്രോതസ്സുകളും പ്രകൃതിദത്തമായ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഒന്ന് എടുത്തു പറയേണ്ടി. അത് ആ ഒരു വർഷത്തെ കാലത്തിലെ അനുഭവത്തിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ആരോഗ്യത്തെ അങ്ങേയറ്റം വളരെയധികം ചൈതന്യവത്തായിട്ട് കൊണ്ടുപോയത് അവിടുത്തെ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു ഈശ്വര സങ്കല്പം തന്നെയാണ്. പ്രകൃതി ഈശ്വരനാണെന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ നമ്മൾ ഭജിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. അതെല്ലാം എന്തിനാണെന്നുള്ള സത്യം അവിടെ വെച്ച് ബോധ്യപ്പെട്ടു. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, പ്രകൃതിദത്തമായ ഒരരയാൽ വൃക്ഷം നിൽപ്പുണ്ട് ശബരിമലയുടെ മുമ്പിൽ, ആ അഴിക്കടത്ത്. ഏകദേശം 60 ദിനങ്ങളോളം ഏകദേശം 35 അടി 40 അടി പൊക്കത്തിൽ ആഴി കത്തുമ്പോൾ അതിൽ നിന്ന് വെറും ഒരു 3 മീറ്റർ മാത്രം ദൂരത്തിൽ നിൽക്കുന്ന ഈ ഒരു ആൽവൃക്ഷം, അരയാൽ വൃക്ഷം, ഒരു തളിരില പോലും കരിയാതെ അതിനടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രകൃതി അതിനോടൊപ്പം നേരിടുവാൻ, എത്ര ചൂടിനെയും വകവെച്ച് നിൽക്കുവാൻ ആ ആൽവൃക്ഷത്തിന് കൊടുക്കുന്ന ഒരു കരുത്താണ്. പ്രകൃതിക്ക് അത്രത്തോളം കരുത്തുള്ളൊരു അത്ഭുതമാണ്. അതിലൂടെ നമുക്ക് ദൈവികത്വം തന്നെ കണ്ടെത്താൻ സാധിക്കും. അയ്യപ്പ ചൈതന്യത്തിൻ്റെ ഒരു മൂർത്തീഭാവമായ ഒരു പ്രതീകമായിട്ടാണ് ആ അരയാൽ വൃക്ഷം അവിടെ നിൽക്കുന്നത്. പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതമായ ഒരു സംഭവമാണ്, ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം. വെറും 2-3 മീറ്റർ മാത്രം ദൂരത്തിലാണ് ആ ആൽവൃക്ഷം നിൽക്കുന്നത്. ഏകദേശം 60ഓളം അടിയോളം പൊങ്ങുന്നുണ്ട് ആഴി, ഇല്ലേ? പക്ഷേ ഈ അരയാലിലെ ഒരിലയ്ക്ക് പോലും ഒരു കരി പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആ വൃക്ഷത്തിനോടൊരു ഇമ്മ്യൂണിറ്റി പവർ പ്രകൃതി ദത്തമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിക്ക് അത്രത്തോളം കഴിവുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളെയും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഓക്സിജനെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ എല്ലാം നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി പ്രകൃതി ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അതില്ലാതാക്കുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ മരം വെട്ടിലൂടെയും അതേപോലെ ജലസ്രോതസ്സുകൾ മാലിന്യപ്പെടുത്തലിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു പാതകമാണെന്ന് കൂടി ഓർമ്മിക്കുക. അതുകൊണ്ട് ഇത്തരണത്തിൽ നിങ്ങൾക്കെല്ലാം എനിക്ക് നൽകാനുള്ള സന്ദേശം, പ്രകൃതി സംരക്ഷണത്തിലൂടെ ഉദാത്തമായ ഉദാഹരണമാണ് നമ്മുടെ ശബരിമല. അത് കണ്ട് അതിൽ വിശ്വസിക്കുന്നവരെങ്കിലും ദയവായി ഈ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക, മാലിന്യപ്പെടുത്താതിരിക്കുക, അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക. അതുപോലെ മറ്റൊരു ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കപ്പെടുമ്പോഴും അവിടെ കാണേണ്ട സങ്കടകരമായ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് മാലിന്യം, അവിടുത്തെ നിഷ്കളങ്കരും നിസ്സഹായരുമായ ആ പ്രകൃതിജന്യങ്ങളായ മൃഗങ്ങൾ, പ്രത്യേകിച്ച് പന്നി, ഇത്രയല്ല, അവരെ ഈ മറ്റുള്ള പദാർത്ഥങ്ങളാണെന്ന് ധരിച്ച് അവിടെ പ്ലാസ്റ്റിക്കാണ് എടുത്ത് കഴിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന പുതിയ സാധനങ്ങൾ വരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. അത് സ്വല്പം മധുരവും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കൽക്കണ്ടത്തിൻ്റെയൊക്കെ മധുരം കാണും. ഈ സാധുക്കൾ ഇത്
എടുത്ത് കഴിക്കുന്നു. കുറേ കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് വയറിനകത്ത് കുരുങ്ങി അവർ നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭക്തന്മാരുടെയും സ്വമേധയുള്ള നിയന്ത്രണത്താൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാരെ ദയവായി മനസ്സിലാക്കേണ്ടത് ആ പ്രകൃതി നമ്മുടേതാണ്. അയ്യപ്പൻ തന്നെയാണ് പ്രകൃതി, പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ എന്നുള്ള ഉദാത്തമായ ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം അവിടെ തീർത്ഥാടനത്തിൽ പോകാനും കൂടി ഇത്തരണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.